നിങ്ങൾക്ക് കരിങ്കണ്ണിലും കരിനാക്കിലൊക്കെ വിശ്വാസമുണ്ടോ? എനിക്ക് വിശ്വാസമുണ്ട്. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്താണെന്നറിയോ, ഓരോ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷം വരെ കുട്ടികളൊന്നുമില്ലായിരുന്നു. നമ്മൾ 1 വർഷം ഒരു 6 മാസം കഴിഞ്ഞപ്പോഴേ നമ്മൾ ട്രീറ്റ്മെൻറ്റൊക്കെ തുടങ്ങി. അപ്പം 2 വർഷം ആയപ്പം ഡോക്ടർ പറഞ്ഞു, നിങ്ങളെ കുഴപ്പമില്ല, മാറിയിട്ടുണ്ട്, ഇനി നിങ്ങൾക്ക് ഗർഭിണിയാവണമെങ്കിൽ ഒരു കുഴപ്പമില്ല, ഇനി സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഒരു 6 മാസത്തിനകം ഞാൻ ഗർഭിണിയായി. 2 മാസം ഇങ്ങനെ എല്ലാ മാസവും ഡോക്ടറെ കാണാൻ പോകണമല്ലോ, സ്കാനിങ് അങ്ങനെയൊക്കെ. അങ്ങനെ 2 മാസവും ഇങ്ങനെ കാർ ഓടിച്ചാണ് പോണത്. ഇത്രയും കുറേ ദൂരമുണ്ട്. അന്നൊക്കെ ഒരു 500 രൂപ ഓട്ടമുണ്ട് കാറിന്. അങ്ങനെ കാർ ഓടിച്ച് പോകുമ്പം എൻ്റെ അടുത്ത ഒരു ബന്ധു എന്ന് വെച്ചാൽ ഏറ്റവും അടുത്ത ബന്ധു ഒരു സ്ത്രീ, ആ സ്ത്രീ ഒരു വയസ്സായ സ്ത്രീയാണ്. ആ സ്ത്രീ എൻ്റെ മുഖത്ത് നോക്കി എൻ്റെ മുഖത്ത് നോക്കി പറയുക, നിങ്ങളെല്ലാം ഇനി 10 മാസവും കാർ പിടിച്ച് തന്നെ പോവുമോ? അപ്പോൾ പറഞ്ഞു, കാർ പിടിച്ച് പോകാൻ ഡോക്ടർ പറയുന്നത് വരെ കാർ പിടിച്ച് തന്നെ പോകും. ഇനി അടുത്ത മാസം പോകുമ്പം എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ എൻ്റെ മുഖത്ത് നോക്കി അവരിങ്ങനെ ചോദിക്കണേ. അവർക്ക് എന്തിൻ്റെ കേടാന്ന് എനിക്കറിഞ്ഞൂടാ. കരിനാക്കോ എൻ്റെ തലവരെ എന്തോ ഉണ്ട്. പിറ്റേ ദിവസമായപ്പോൾ കഴിഞ്ഞ ദിവസം വരെ 2 മാസം വരെ സ്കാനിങ്ങിൽ ഒരു പ്രോബ്ലം ഇല്ലായിരുന്നത്. പിറ്റേ ദിവസം ഞാൻ കിണറ്റിൻ്റെ സ്റ്റെപ്പിൻ്റെ അവിടെ ഇറങ്ങുന്നിടത്ത് മൂടിടിച്ച് വീണ്. അതാ പ്രശ്നമായി. അതാണ് ചിലർക്ക് ഭയങ്കര കരിങ്കണ്ണും കരിനാവുമായിരിക്കും. നല്ലൊരു കാര്യം വരുമ്പം അവർ ചുമ്മാ ഇരുന്ന് പറയുന്നതായിരിക്കും, പക്ഷേ അത് നമുക്ക് ഫലത്തിൽ വരും. പിന്നീട് എത്ര ഗർഭിണിയായാലും ഒന്നും കിട്ടാതെ ആവും. അത് ചിലരുടെ കരിനാവും കണ്ണൊക്കെ ഭയങ്കര സംഭവമാണ്. ചിലപ്പോൾ സമയത്തിൻ്റെ ഇതായിരിക്കും. അതുകൊണ്ട് സൂക്ഷിക്കുക. നല്ല നമുക്ക് കരിനാക്കം ഉള്ള ആൾക്കാരാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു അവസരവും ഭാഗ്യമൊക്കെ വരുമ്പോൾ കൂടുതൽ അവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പോകാതിരിക്കുക.